ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു പൊടിക്കൈയുമായിട്ടാണ്. പൊടിക്കൈ എന്ന് വെച്ചാൽ ചെറിയൊരു ടെക്നിക്ക്. അതായത് ഒരു കുടുംബത്തിൽ അമ്മായിയമ്മ മരുമകൾ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറയാനാണ്. ആദ്യം വേണ്ടത് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ലവ് ആണ്. അതായത് പരസ്പരം പ്രണയിക്കണം. അമ്മായിയമ്മയും മരുമകളും പരസ്പരം പ്രണയിക്കണം. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പരസ്പരം പ്രണയിക്കണം. അതിനുശേഷം കെയറിങ് ആണ് വേണ്ടത്. കെയറിങ് എങ്ങനെ പരസ്പരം കെയർ ചെയ്യാം, എങ്ങനെ കെയർ ചെയ്യാം, എങ്ങനെ കെയർ ചെയ്താൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ എന്തോത്തിന് ഈ പരിപ്പും പപ്പടവും കൂട്ടി ആഹാരം കഴിക്കുന്നത്? ഈ പരിപ്പ് പാലിലോട്ട് ഒഴിച്ച് ആ പാലെടുത്ത് മോന്തിയാലല്ലേ നമുക്ക് പരിപ്പും പപ്പടവും ഉണ്ടാവത്തുള്ളു. അല്ലാതെ പാല് മാത്രമായി കഴിഞ്ഞാൽ ഈ പരിപ്പും പപ്പടവും നിനക്ക് ആഗ്രഹമാണ് വരുത്താം. പെണ്ണും പുള്ളിയുടെ ആഗ്രഹം ഇനി സാധിച്ചിട്ടുണ്ടോ? നീ വരുത്താം. അമ്മയുടെയാണോ? അമ്മയുടെ സൂപ്പറാ. അമ്മയുടെ സൂപ്പറാ. തോരൻ കൂട്ടി ഇച്ചിരി കഴിച്ചേട്ടാ. തോരൻ കൂട്ടി സൂപ്പറാ. സൂപ്പർ സൂപ്പറാ. നാരങ്ങ ചേട്ടൻ ചമ്മന്തിയും പൊടിയും കൂടെ കിടു കോമ്പിനേഷനാ. പപ്പടം പൊള്ളിച്ചത്, മെഴുക്കുവരട്ടി, മെഴുക്കോട്ടെ ശരി. ഇച്ചിരി ചമ്മന്തി. അമ്മോ, അമ്മ ഇവിടെ ഇരിക്കുവാന്നോ? അമ്മ എത്ര നേരം കൊണ്ട് ഞാൻ അമ്മയെ നോക്കി നടക്കുക. അമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പാട്ട് പാടണം. ഞാൻ അവിടെ നിന്ന് ഓടി വരുവോ, വെമ്പൽ മുട്ടി ഇരിക്കും ഒരു പാട്ട് പാടാൻ. ഒരു പാട്ട് പാടിക്കോ. പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് അമ്മ പറയണേ എങ്ങനെ ഉണ്ടെന്ന്. കേട്ടല്ലോ? എന്റെ പട്ടാഴിയമ്മ കാക്കണേ, തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ടമ്മേ. കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചമ്പകപ്പൂ, കുങ്കുമപ്പൂ ചെമ്പനക്കും ചമ്പരപ്പൂ. കൊള്ളാം അമ്മേ. എന്തോ അമ്മേ? എന്തോ അമ്മേ? മോനെ എനിക്കൊരു പാട്ട് പാടണം. അമ്മ പാടാൻ എന്തോ? പുലയനാർമണിയമ്മ പൂമുലക്കാവിലമ്മ കലമാന്റെ മിഴിലുള്ള കളിത്തത്തമ്മ. ഇതെന്തുവാടി ഇത് ഓണാക്കി വെച്ചേക്കുന്നത് ഈ മൊബൈല്? ഞാൻ പറഞ്ഞു മുമ്പേ ടിക്ടോക്ക് ചെയ്യാൻ നിനക്കൊന്നും പൈസയുടെ വില അറിയില്ലടി. ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നിനക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ. ഇതിന് മാത്രം നിനക്ക് മറവില്ലയോ? എന്തുവാടി ഇത്? ഡയപ്പർ ബാഗ് ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇത് മേടിക്കാൻ ആരാ പറഞ്ഞത്? ഇത് ആരുടെ കാശായത്? ഇനി മേഡം സാമാനം മേടിച്ചേക്കണേ വീട്ടിലോട്ട് കയറി വരുമ്പോ ആവശ്യമുള്ള സാമാനം ഒരാളോട് ചോദിക്കാതെ മേടിച്ചു വെച്ചേക്കില്ലേ? കേട്ടല്ലോ? കാരണം കേട്ടല്ലോ? എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് കേട്ടോ. കുറെ നേരം കൂട്ടുകാരുടെ ദേഷ്യം കൂട്ടുകാരോട് തീർക്കണം. ഇതൊക്കെ പറ. അമ്മ കേൾക്കും. അമ്മ മുമ്പേ എന്നോട് സംസാരിച്ചപ്പോ അമ്മ കേൾക്കത്തില്ലായിരുന്നോ? എന്നെ മിണ്ടെടുത്ത് പോകട്ടെ. അതിന് ഞാൻ മേടിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കൂട്ടുകാരൊക്കെ ഇവിടെ കണ്ടുപോയി. അതിന് മേടിച്ചേന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോടി. നീ മേടിച്ചോ? അതിനെന്തുവാ? ഇത് ഓണായിരിക്കും. ഇത് ഓഫാക്കട്ടെ ഞാൻ. എന്തേലും ചെയ്യും മക്കളെ. അമ്മ കുഞ്ഞിന്റെ അരഗ്രാമിന്റെ മോതിരം കാണുന്നില്ല. ഞാൻ ഇന്നലെ കൂടെ എടുത്ത. ഇത് മനഃപൂർവ്വം ആരാണ്ട് എടുത്ത. എനിക്ക് ഉണക്കം വിഷമിക്കണ്ട, ഇപ്പൊ വരുത്തി തരാം. എന്റെ ശങ്കുണ്ണിയപ്പൂപ്പ, എന്റെ അമ്മൂപ്പ, അമ്മേ അവനെ എടുത്തവൻ ആരായിരുന്നാലും. അമ്മേ ഓ അമ്മേ അമ്മ പ്രാഗുവാന്നോ? പറയണ്ടേ? എന്റെ ചക്കിലാട്ടിയ ദൈവങ്ങളെ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ദൈവങ്ങളെ, എന്റെ അമ്മേ, എന്റെ നികണ്ടു അപ്പൂപ്പ, എന്റെ അയ്യത്തമ്മേ, എന്റെ അയ്യത്തമ്മ. എന്താ കാണിക്കണേ? എന്താ കാണിക്കുന്നത്? അരഗ്രാമിന്റെ മോതിരം കാണുന്നില്ല. അരഗ്രാമിന്റെ മോതിരം കാണുന്നത് അറിഞ്ഞ പുറത്തേക്ക് ഇതിന്റെ പ്രാവാൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവും. ചോദിച്ചു എന്നോട്. അയ്യോ, എന്റെ ദൈവങ്ങളെ, ഞാൻ 10-25 പ്രാഗുരാവെന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ ഒന്നും വരുത്തല്ലേ. ആലോചിച്ചൊക്കെ വേണേ. 25 പ്രാക്കോ? എനിക്ക് ഞാൻ അയ്യോ എന്റെ അമ്മ. നീലവാനച്ചു
ഒന്നും പറയണ്ടടി. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ട്. കണ്ടേ, സ്വപ്നം ഒന്ന് കേൾക്കുന്ന എനിക്കിപ്പോ പേടിയാ. കഴിഞ്ഞ വട്ടത്തെ സ്വപ്നത്തിൽ നീ ഇല്ലെന്ന് പറഞ്ഞ എന്റെ മണ്ടയ്ക്ക് അടിക്കേറിയതാ. പക്ഷെ ഈ വട്ടത്തെ സ്വപ്നത്തിൽ നിന്നെ ഞാനങ്ങ് കണ്ടു. എന്ത് കണ്ടേ? എടി, രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോ ഉണ്ടല്ലോ, ഭയങ്കര മഞ്ഞ്, ഇത്രയും നിക്കറിട്ടൊരു പെങ്കൊച്ച് എന്നെ വിളിച്ചുകൊണ്ട് സ്വർഗത്തിലോട്ട് പോവാ. കൊച്ചിനെ നീ ഒന്ന് കാണണോ? പക്ഷെ സ്വപ്നം മറന്നാലും ആ പെങ്കൊച്ചിനെ ഞാൻ മറക്കത്തില്ല ലക്ഷ്മി. ഞാന് നീ എവിടാന്ന്? ഞാൻ വെറുതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയതാ. നോക്കിയപ്പോ കാലം നിന്നെ കയ്യെ പിടിച്ചോണ്ട് ഇങ്ങനെ വരുന്ന രണ്ടെണ്ണം കൂടെ. നിനക്ക് അതൊക്കെ പറ്റും. അത് കൊള്ളാം. നിങ്ങൾക്ക് ഇവിടെ സുന്ദരി, അങ്ങ് സ്വർഗത്തിലും സുന്ദരി. എനിക്ക് ഇവിടെ കാലം, സ്വർഗത്തിലും കാലം. നല്ല സ്വപ്നമാണ്, നല്ല പരിപാടി. അല്ല ലക്ഷ്മി, അയ്യോ, അച്ഛൻ ഗൾഫിൽ പോയിട്ട് വരാൻ കേട്ടോ. നീ അങ്ങോട്ട് നോക്കിയിരുന്നു. ഞാൻ പോകുന്നത് നിനക്ക് ഒരു വിഷമവും ഇല്ലല്ലോ. എന്നാ പിടി, പിടിക്കങ്ങോട്ട്. എന്നാ ഉടനെ വിളിക്കാം. ഞാൻ പോവാ. എന്നെ തിരിച്ചു വിളിക്കല്ലേ? വിളിക്ക, എന്നെ വിളിക്കണ്ട. എന്തോ എന്നെ എന്തിനാ തിരിച്ചു വിളിച്ച? ഞാൻ പോകുന്നില്ല. എന്തിനാ എന്നെ വിളിച്ച? ഞാൻ നിന്നോട് പറഞ്ഞു തന്നെ എന്നെ വിളിക്കുന്നത്. ലക്ഷ്മി പോയി എന്നെ എന്തിനാ നീ തിരിച്ചു വിളിച്ച? ജീവിതകാലം മൊത്തം ഒരു പണിക്കും പോകാൻ ഞാൻ ഈ വീട്ടിൽ കാണും. ഉറപ്പായിട്ട് നിന്റെ കൂടി ഇവിടെ തന്നെ കാണും. ഒരു പണിക്കും ഞാൻ പോകത്തില്ല. നിനക്ക് സമാധാനമായല്ലോ. ആര് പറഞ്ഞു പോകണ്ട? ഞാൻ വിളിച്ചതേ മാക്കിൻടോഷിന്റെ മുട്ടായി കൊണ്ടുവരണെന്ന് പറയാനാ, അല്ലാതെ ഗൾഫിൽ പോകണ്ടെന്ന് പറയാനില്ല. മര്യാദക്ക് പോകണം. പോകാനാ പറഞ്ഞത്. ലക്ഷ്മി മോളെ, മോളെ കഴിക്കാൻ കൊണ്ടുപോയി. എനിക്ക് വിശന്നിട്ട് വയ്യ. പെട്ടെന്ന് കൊണ്ടുപോയി. എന്റെ വയറ് തള്ളക്കി വിളിക്കുന്നു. കുഞ്ഞിനെ കൊണ്ടിതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് അടുക്കള 100 കൂട്ടം പണിയുണ്ട്. എന്ത് പണിയത്? പപ്പടം പൊളിച്ചോളാം. സൂപ്പർ കേട്ടോ. കൈ കൊടുത്തു. സൂപ്പർ ചമ്മന്തിപ്പൊടി. കൈ കൊടുത്തേ. നീ അടിപൊളി സാധനം. എനിക്ക് ജോലിയുണ്ട്. അവിയലിലൂടെ ഇങ്ങോട്ട് വാ. സൂപ്പർ. ഞാൻ പോവാ. ഓ, സൂപ്പർ മത്തിക്കറി. ലക്ഷ്മി കൈ കൊടുത്തേ. എടീ, 6 വർഷത്തിനിടയ്ക്ക് ഇത്ര നല്ല മത്തിക്കറി ഞാൻ കഴിച്ചില്ല. കൈ കൊടുക്ക. അതൊക്കെ ഞാൻ കഴിക്കട്ടെ. മത്തിക്കറിയല്ല, ചിക്കൻ കറിയാ. ചിക്കൻ കറി. അപ്പൊ ഇത്രയും നാളെ എന്നെ ഇങ്ങനെയാണ് സൂചിപ്പിച്ചോണ്ടിരുന്നത്. മതി കഴിച്ചു. ഇനി കഴിക്കും. പോണത് തെണ്ടി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണുപിള്ള സൂപ്പിക്കരുത്. നിനക്ക് സമാധാനമല്ല. പോയതിനെ വിളിച്ചു വരച്ച് സൂപ്പിച്ചേക്കുന്നു. നീ പോണത്. എനിക്ക് വിശക്കുന്നത്. എനിക്ക് കാണിക്കുന്നത്. വെള്ളം എന്തിയേ? വെള്ളം